السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റിയാദിലെ ചൂടിനെ വകവെക്കാതെ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനും ആശയങ്ങൾ മനസ്സിലാക്കാനും അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒത്തുചേരുന്ന നമുക്കെല്ലാവർക്കും അല്ലാഹു ഈ സദസ്സുകൾ അല്ലാഹുവിന്റെ സ്വീകാര്യോഗ്യമായ അമലുകളായി സ്വീകരിക്കുമാറാണ്. ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഖുർആനിന്റെ യഥാർത്ഥ അഹരികാരിൽ അല്ലാഹുവിനെ ഉൾപ്പെടുത്തുമാറാണ്. സൂറത്ത് ഫുസ്സിലത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മുപ്പത്തിയെട്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. തിന്മയെ നന്മ കൊണ്ട് നേരിടുന്നതിന്റെ പ്രാധാന്യവും അതിലൂടെ പരസ്പരം ശത്രുതയുള്ള ആളുകൾ പോലും ബന്ധുവിനെ പോലെ മിത്രമായി മാറുന്നതിനെ കുറിച്ചും, എന്നാൽ അതിന് അങ്ങേയറ്റം ക്ഷമ അനിവാര്യമാണെന്നും അതിന്റെ പ്രാധാന്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടായി. അതേസമയം മനുഷ്യനെ ഇത്തരം ഉന്നതമായ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ അവന്റെ ഉള്ളിൽ പ്രതികാര ബുദ്ധിയും മുൻകോപവും അക്ഷമയും നിറക്കുന്ന പൈശാചികമായ ചിന്തകൾ വരുമ്പോൾ അതിന്റെ പരിഹാരവും അല്ലാഹു തന്നെ തുടർന്ന് പഠിപ്പിച്ചു. പിശാചിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ദുഷ്പ്രേരണ ഉണ്ടാകുമ്പോൾ ആ നിലക്ക് നമ്മുടെ ഉള്ളിൽ പ്രതികാര ചിന്ത ഇളക്കിവിടാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലെങ്കിൽ ചില സമയത്ത് റസൂലുള്ളാഹി പറയാറുണ്ടായിരുന്ന പോലെ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്ഖിഹി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ നിലക്ക് അതിന്റെ ഉദ്ദേശം പൈശാചികമായ ദുഷ്പ്രേരണകളിൽ നിന്നും തെറ്റായ ചിന്തകളിൽ നിന്നും അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കാവുന്നതാണ്. പിന്നീട് അല്ലാഹുവിന്റെ മഹത്തായ രണ്ട് നാമങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അല്ലാഹു. അതുപോലെ കോപം വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട പരിഹാരങ്ങളും നമ്മൾ എടുക്കേണ്ട നടപടികളും ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ചതും, അതുപോലെ തന്നെ കോപം അടക്കി വെക്കുന്നതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. 37-ാമത്തെ ആയത്തിൽ അതിലൂടെ അല്ലാഹുവിന്റെ അതിമഹത്തായ വാനലോകത്തെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു അതിലൂടെ സൂചിപ്പിച്ചു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തപ്പെട്ടതാണ് പകലും രാവും മാറി മാറി വരുന്നത്, സൂര്യനും ചന്ദ്രനും, ഇതെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ ഉച്ചാലോചന നടത്തുകയും പ്രാപഞ്ചികമായ അത്തരം സത്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള സൃഷ്ടാവിന്റെ യുക്തിയെക്കുറിച്ചും മഹത്തായ ലക്ഷ്യങ്ങളെ കുറിച്ചും നാം ഉച്ചാലോചനയും തഫക്കുറും നടത്തണമെന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇങ്ങനെ സുബഹിക്ക് മുമ്പ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു എന്തിനാണ് കരയുന്നത് ചോദിച്ചപ്പോൾ ഇന്ന് എനിക്ക് അവതരിച്ച ആയത്ത് അത്രയും മഹത്തായ ഒരു ആയത്താണ്, അത് ഓതിയിട്ടതിനെ കുറിച്ച് ചിന്തിക്കാത്തവർക്ക് നാശം. നമ്മൾ കേട്ട ചരിത്രമല്ലേ, തുടങ്ങുന്ന ആയത്ത് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമെല്ലാം ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ചൂടിൽ നിന്ന് തണുപ്പിലേക്കും, തണുപ്പിൽ നിന്ന് ചൂടിലേക്കും, രാത്രിയിൽ നിന്ന് പകലിലേക്കും, പകലിൽ നിന്ന് രാത്രിയിലേക്കും, ഋതുഭേദങ്ങളും സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങളും കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള അള്ളാഹുവിന്റെ പ്ലാനുകളുമെല്ലാം വിശ്വാസികൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അവരുടെ പ്രത്യേകത അവര് നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുകയും പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ കുദറത്തുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ, തൗഹീദിനെ, അള്ളാഹുവിന്റെ കുദറത്തുകൾ അളമത്തിനൊക്കെ അംഗീകരിക്കുകയും പരലോക ചിന്തയിലേക്ക് അവർ എത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. അതോടൊപ്പം അള്ളാഹു ശിർക്കിന്റെ കഠിനമായ ഗൗരവത്തെ കുറിച്ച് മനുഷ്യരെ ആദ്യകാലം മുതലേ പിശാച് അവരെ ബിംബാരാധനയിലേക്കും ബഹുദൈവാരാധനയിലേക്കും ശിർക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ രണ്ട് രൂപത്തിലാണ്. ഒന്നുകിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഭയപ്പെട്ടു. അപ്പൊ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ നല്ല ഗുണം ചെയ്യുന്നതായതുകൊണ്ട് എന്ത് ചെയ്തു? അവയൊക്കെ ആരാധിക്കാൻ തുടങ്ങി. അതുപോലെ തീനെയും സർപ്പത്തിനെയും അങ്ങനെയുള്ള അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ അതിനെയും ആരാധിക്കാൻ തുടങ്ങി. അവിടെയാണ് അള്ളാഹു കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്. ഇതിനെല്ലാം പടച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവായ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. നിങ്ങൾ അവന് മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. എത്രത്തോളം പരിശുദ്ധ ഇസ്ലാമിൽ സൂര്യാരാധനയെയും അതിനുമായി ബന്ധപ്പെട്ട ആ സമയത്തെ പോലും കൃത്യമായിട്ട് വിലക്കുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മള് നമസ്കാരം പാടില്ലാത്ത സമയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, സുബഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ച് ഒരു 15 മിനിറ്റ് അല്ലെ, ഒരു കുന്തത്തോളം ഉയരുന്ന ഒരു 15 മിനിറ്റിന്റെ ഒരു സമയം. അതിൽ തന്നെ ഏറ്റവും ശക്തമായ വിലക്കുള്ളത് ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്താണ്. ആ സമയത്ത് മൈദസ്കാരം പോലും പാടില്ല, അവരടക്കം പോലും പാടില്ല. അതായത് തഹിയ്യത്ത് നമസ്കാരമോ മൈദ നമസ്കാരമോ ഒക്കെ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമസ്കരിക്കാൻ പറ്റിയ നമസ്കാരങ്ങളാണ് വിലക്കുള്ള സമയത്ത്. പക്ഷെ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ സമയം അതാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് നിർത്തി വെക്കുന്നതാണ്. കാരണം എന്താ? അതിനെ ആദ്യകാലം മുതലേ ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്കിനെ കുറിച്ചുള്ള ശക്തമായ വിലക്കാണ്. മറ്റൊന്ന്, സൂര്യൻ നേർരേഖയിൽ നിൽക്കില്ല, മധ്യരേഖയിൽ നിൽക്കും. കുറച്ചും തെറ്റിയിട്ടാണ് നിസ്കരിക്കുന്നത്. ദുഹറിന്റെ സമയം തുടങ്ങുന്ന അപ്പോഴാണ്. ദുഹാന്റെ സമയം അവസാനിക്കുകയും ദുഹറിന്റെ സമയം തുടങ്ങുന്നതിന് കുറച്ചു മുമ്പുള്ള വളരെ കുറഞ്ഞ സമയം സൂര്യൻ നേർരേഖയിൽ നിൽക്കുന്ന സമയം. മറ്റൊന്ന്, അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബ് വരെ. അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബ് വരെ. ആ സമയത്തും പ്രത്യേക കാരണങ്ങൾ നിസ്കരിക്കാം. തഹിയ്യത്ത് നിസ്കാരം, മൈദ് നിസ്കാരം എന്നൊക്കെ. അവിടെയും ആ അസ്തമിച്ചു വരുന്ന കുറച്ച് സമയം അവിടെ ആ നമസ്കാരങ്ങളൊന്നും പാടില്ല. ഇത്രത്തോളം കണിശമായിക്കൊണ്ട് സൃഷ്ടിപൂജയെ ഇസ്ലാം ശക്തമായി വിലക്കി, അതിലേക്ക് എത്തിക്കുന്ന കാരണങ്ങളെയും വിലക്കി എന്നുള്ളതാണ്. കാരണം ഇതിനെല്ലാം പരിപാലിക്കുന്ന, പടച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കാണ് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ നമ്മെ എത്തിക്കേണ്ടത്. പറഞ്ഞത് ഇനി മനുഷ്യർ ഒന്നടങ്കം അഹങ്കരിച്ചുകൊണ്ട് മാറി നിന്നാലും അള്ളാഹു തന്നെയാണ് സ്തുത്യർഹനുമാണ്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇൻ കഫർതും വമൻ ഫിൽ അർളി ജമീഅ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. നിങ്ങളും മുമ്പുള്ള ആളുകളും ശേഷമുള്ള ആളുകളും ഭൂമിയുള്ള എല്ലാവരും നിഷേധികളായാലും അള്ളാഹ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു സ്തുത്യർഹനും ധന്യനുമാണ്. യാ ഇബാദി ലൗ അന്ന അവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽകി ഷൈഅ. ഖുദ്സിയായ നീണ്ട ഹദീസിന്റെ ഭാഗം.
എന്റെ അടിമകളെ, നിങ്ങൾ ആദ്യമുള്ളവരും അവസാനമുള്ളവരും മനുഷ്യരും ജിന്നുകളുമെല്ലാം നിങ്ങളിൽ ഏറ്റവും വലിയ മുത്തഖിയെ പോലായാലും എന്റെ മുൽക്കിലൊന്നും കൂടാൻ പോകുന്നില്ല. ولو أن أولكم وآخركم وإنسكم وجنكم كانوا على أفجر قلب رجل واحد منكم ما نقص ذلك في ملكي شيئا. നിങ്ങൾ മുമ്പുള്ളവരും ശേഷമുള്ളവരും മനുഷ്യരും ജിന്നുകളുമെല്ലാം ഏറ്റവും വലിയ തമ്മാടിയായി മാറിയാലും എന്റെ മുൽക്കിലൊന്നും കുറയാൻ പോകുന്നില്ല. യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. എന്റെ അടിമകളെ, നിങ്ങളുടെ അമലുകൾ അത് ഞാൻ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് തിട്ടപ്പെടുത്തി തരും. നിങ്ങൾ ചെയ്യുന്ന ഒക്കെ അള്ളാഹു രേഖപ്പെടുത്തും. നന്മ കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കുക, ചീത്ത കണ്ടാൽ അവനെ തന്നെ പഴിച്ചാൽ മതി, സ്വന്തത്തെ തന്നെ പഴിച്ചാൽ മതി. മാത്രമല്ല, അള്ളാഹുവിനെ ആരാധിക്കാൻ ആളെ കുറവൊന്നുമില്ല. വല്ലദീന ഇൻദ റബ്ബിക യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാർ വഹും ലാ യസ്അമൂൻ. 38ാമത്തെ ആയത്ത് അവസാനിക്കുന്ന അങ്ങനെയാണ്. എന്താണ്? നിന്റെ റബ്ബിന്റെ അടുക്കലുള്ളവർ അഥവാ ഉന്നതമായ മലക്കുകളുടെ ലോകത്ത് രാവും പകലും അവർ ഇബാദത്തിലാണ്, തസ്ബീഹിലാണ്, തഹ്ലീലിലാണ്, തഹ്മീദിലാണ്, സുജൂദിലാണ്, റുകൂഇലാണ്. ലാ യസ്അമൂൻ, അവരൊരിക്കലും അവർക്ക് മടിയോ മുഷിപ്പോ അവരെ ബാധിക്കുന്നില്ല. ഒരു ഹദീസ് നമ്മൾ പറഞ്ഞില്ല, ആകാശ ലോകത്ത് ഒരു 4 വിരൽ വെക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതെ. എങ്ങനെയായിട്ടല്ലാതെ? അവിടെയെല്ലാം മലക്കുകൾ റുകൂഇലും സുജൂദിലും തസ്ബീഹിലും അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആകാശങ്ങളിലും അല്ലാഹുവിനെ ആരാധിക്കുന്ന മലക്കുകളുണ്ട്. അവർക്ക് തസ്ബീഹിനോ തഹ്ലീലിനോ ഒരു മടിയോ മുഷിപ്പോ അവരെ ബാധിക്കുകയില്ല എന്നതാണ്. അതിൽപ്പെട്ടതാണ് അതിന്റെ ഒരു ആ മഹത്വം മനസ്സിലാക്കാനാണ് ബൈത്തുൽ മഅ്മൂറിനെ കുറിച്ച് പറഞ്ഞത്. അഥവാ 7ാം ആകാശത്ത് കഅബയുടെ നേരെ മുകളിലായിക്കൊണ്ട് 7ാം ആകാശത്ത് വന്ന ബൈത്തുൽ മഅ്മൂറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൂറത്ത് തൂറിൽ അല്ലാഹു എടുത്ത് പറയുന്നുണ്ട്, വൽ ബൈത്തുൽ മഅ്മൂർ. മഅ്മൂർ എന്ന് പറഞ്ഞാൽ തന്നെ സജീവമായ പരിശുദ്ധ ഭവനം എന്നാണ്. വൽ ബൈത്തുൽ മഅ്മൂർ അഥവാ ആരാധന കൊണ്ട് സജീവമായ ആ പുണ്യ ഭവനം തന്നെയാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ ദിവസവും 70,000 മലക്കുകൾ സന്ദർശിക്കുന്നുണ്ട്. ഒരു തവണ സന്ദർശിച്ചവർ പിന്നെ തിരിച്ചു വരില്ല, അഥവാ ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് പിന്നെ തിരിച്ചു വരില്ല. അപ്പോ മലക്കുകളുടെ എണ്ണം എത്രയാണ്? വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അല്ലാഹുവിന്റെ മലക്കുകളുടെ എണ്ണം അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോ അല്ലാഹുവിനെ ആരാധിക്കുന്ന ആ മലക്കുകളുടെ മഹത്വം കൂടി അല്ലാഹു പറഞ്ഞുകൊണ്ടാണ് 38ാമത്തെ ആയത്ത് അവസാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി 39ാമത്തെ ആയത്ത് മുതൽ നമുക്ക് ഈ ദിവസം ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആയത്തുകൾ 39 മുതൽ നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير. إن الذين يلحدون في آياتنا لا يخفون علينا أفمن يلقى في النار خير أم من يأتي آمنا يوم القيامة اعملوا ما شئتم إنه بما تعملون بصير. إن الذين كفروا بالذكر لما جاءهم وإنه لكتاب عزيز لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم.
آياته أنك ترى الأرض خاشعة ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إن الذي أحياها لمحيي الموتى إنه على كل شيء قدير إنه على كل شيء قدير إن الذين يلحدون في آياتنا لا يخفون علينا إن الذين يلحدون في آياتنا لا يخفون علينا أفمن يلقى في النار خير أم من يأتي آمنا يوم القيامة أفمن يلقى في النار خير أم من يأتي آمنا يوم القيامة اعملوا ما شئتم إنه بما تعملون بصير اعملوا ما شئتم إنه بما تعملون بصير إن الذين كفروا بالذكر لما جاءهم إن الذين كفروا بالذكر لما جاءهم وإنه لكتاب عزيز وإنه لكتاب عزيز لا يأتيه الباطل من بين يديه ولا من خلفه لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد تنزيل من حكيم حميد യഅ്മലു എന്നുള്ളത് അത് ഹംസത്തുൽ വസ്ൽ എന്ന് പറയും. അവിടുത്തെ നമ്മൾ നിയമം നോക്കേണ്ടത് അതിന്റെ മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് നോക്കാം. മൂന്നാമത്തെ അക്ഷരത്തിന് എന്താ ഹർക്കത്ത്? ഇവിടെ ഫത്തഹല്ലേ? ഫത്തഹോ കസ്റോ ആണെങ്കിൽ ഹംസക്ക് എന്താണ് കൊടുക്കേണ്ടത്? കസ്റാണ് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ അക്ഷരത്തിന് ദമ്മാണെങ്കിൽ ഹംസക്ക് ദമ്മായിരിക്കും ഹർക്കത്ത് വരും. ഇഹ്ദിന ഇഹ്ദിന എന്നുള്ളതില് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അവിടെ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക. അവിടെ ദാലിന്റെ ഹർക്കത്ത് എന്താണ്? ദാലിന് കസ്റാണ് അല്ലെ? അപ്പൊ ഹംസക്ക് കസ്റ് വരും ഇഹ്ദിന. ഇവിടെ ഈ അമലു മൂന്നാമത്തെ അക്ഷരമായ മീമിന് ഹർക്കത്ത് എന്താണ്? ഫത്ഹയാണ്. അപ്പൊ അപ്പോഴും കസ്റ് തന്നെയാണ്. അപ്പൊ ഫത്ഹോ കസ്റോ ആണെങ്കിൽ എന്ത് ചെയ്യണം? കസ്റാണ്. അതാണ് പറയുന്നത്. അത് ഫത്ഹല്ല, അത് ഹംസത്തുൽ വസ്ലിന്റെ ഒരു ഹർക്കത്ത് അങ്ങനെയാണ്. അതായത് അത് ഈ പാരായണത്തിന്റെ നിയമത്തിനനുസരിച്ച് മാറാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഹർക്കത്താണ്. റസൂലുള്ളാഹി ഉസ്മാനിലെ ഒരു പ്രത്യേക എഴുത്തിന്റെ രീതിയാണ്. ഒരു ചെറിയൊരു ഹാഫ് സ്വാദ് പോലെ ഇട്ടത്. അപ്പൊ അതിന്റെ ഹർക്കത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ്. മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് ഫത്ഹോ കസ്റോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് കസ്റ് കൊടുക്കണം. യഅ്മലു ഇഹ്ദിന. ഇനി ഉദ്ഖുലു ഉൻദുറു അങ്ങനെയൊക്കെ ആണെങ്കിലോ മൂന്നാമത്തെ അക്ഷരത്തിന് ദമ്മാണെങ്കിൽ ഇതിന് ദമ്മ് വരും. അപ്പൊ ആ പാരായണത്തിന്റെ ആ സ്ഥലത്തെ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? ഹംസത്തുൽ വസ്ലിന്റെ ഹർക്കത്തിന് മാറാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്. പിന്നെ ഹംസത്തുൽ വസ്ലിന്റെ പ്രത്യേകത ചേർത്തി ഓതുമ്പോ അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. ചേർത്തി ഓതി നോക്കി.
യൗമൽ ഖിയാമത്തി അഅമലു അല്ലേ? അമ്മയത്തി യൗമൽ ഖിയാമത്തി അഅമലു. അപ്പൊ അവിടെ എന്തായി? അലിഫ് സൈലന്റ് ആയി. അപ്പൊ ചേർത്തി ഓതുമ്പോ അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. നിർത്തിയിട്ട് എടുത്തു ഓതുമ്പോ ഈ പറഞ്ഞ രണ്ട് രൂപത്തിലാണ് അതിന്റെ അകത്ത് വരിക. കഴിഞ്ഞ ആയത്തുകളില് ആകാശലോകത്തെ അള്ളാഹുവിന്റെ കുദറത്തുകളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇനിയുള്ള ആയത്തിൽ, ഈ വരുന്ന ആയത്തിൽ പറയുന്നത് എന്താണ്? ഭൂമിയിലെ അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. മുഅ്മിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങൾ പെട്ടതുമാകുന്നു അന്നക തറൽ അർള ഖാശിഅ, നീ ഭൂമിയെ ഇറുകിയതായിക്കൊണ്ട് അല്ലെങ്കിൽ അടങ്ങിയ രൂപത്തിൽ അഥവാ നിർജീവമായ രൂപത്തിൽ കാണും. ഏത് എങ്ങനെയാവുമ്പോ? മഴയില്ലാതെ വരണ്ട് നിർജീവമായി, തീരെ ഒരു സസ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ജീവന്റെ കണികയോ ഇല്ലാത്ത രൂപത്തിലുള്ള ഭൂമി നമ്മളതിനെ കാണും ചിലപ്പോൾ. ആ ഭൂമിക്ക് മുകളിലേക്ക് നാം മഴ ഇറക്കിയാൽ അത് ഇളകും അല്ലെങ്കിൽ കീറും. എന്നിട്ട് എന്താവും? അത് ചീർക്കുകയും ചെയ്യും, പൊന്തുകയും ചെയ്യും. പറഞ്ഞാല് അത് സസ്യങ്ങൾ മുളക്കുന്ന അവസ്ഥയെ വർണ്ണിച്ചതാണ്. കാരണം അതിൽ മഴ ചെന്നിട്ട് ഭൂമി ആ വെള്ളം സ്വീകരിക്കുകയും അവിടെ ഇങ്ങനെ അടങ്ങിക്കിടക്കുന്ന വിത്തുകളും അല്ലെങ്കിൽ സസ്യങ്ങളുടെ വേരുകളും ബാക്കിയുള്ള ശേഷിപ്പുകളൊക്കെ എന്താവും? ആ മഴവെള്ളം കിട്ടിയിട്ട് അതിങ്ങനെ കുതിർന്ന് ഭൂമി ഇളകിയിട്ട് അതിന് പുറത്തേക്ക് വരും. അപ്പൊ ആ നിർജീവമായ വരണ്ട ഭൂമിയെ പിന്നെ കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും അല്ലെ? ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഉദാഹരണം അല്ലാഹു എടുത്ത് പറയുന്നു. എന്തിനാണ് ഉദാഹരണം പറയുന്നത്? ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗത, ആ നിർജീവമായ ഭൂമിയെ ജീവിപ്പിച്ചവന് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. മരണശേഷം മനുഷ്യരെ അല്ലെങ്കിൽ സൃഷ്ടികളെ വീണ്ടും ജീവിപ്പിക്കുക, വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു പുനർജീവനം, അത് സാധ്യമാണ്, വളരെ നിസ്സാരമാണ് അള്ളാഹുവിന് എന്നുള്ളതിന് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം വെച്ചിട്ട് അള്ളാഹു പറയാണ്. ചില ഭൂമിയൊക്കെ നമ്മൾ കണ്ടാല് പിന്നെ ഇവിടെ ഇനി ഒന്നും ഉണ്ടാവില്ല തോന്നും. അത്രത്തോളം വരണ്ട് നിർജീവമായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? ചില മരുഭൂമിയിലൂടെയൊക്കെ പോകുമ്പോ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന സ്ഥലം, എന്നാല് ചെറിയൊരു മഴ അല്ലെങ്കിൽ ഒന്ന് ചൂടുകാലം എന്ന് മാറിയാൽ പിന്നെ എന്താണ് അവിടെ ചെറിയ സസ്യങ്ങളും പുല്ലുകളൊക്കെ മുളച്ചു വരും. അതുപോലെ കൃഷിക്കാർക്ക് അതിനേക്കാൾ മനസ്സിലാവും. ഭൂമി വളരെ വരണ്ട രൂപത്തിലായിട്ട് പിന്നീട് കൃഷി ഇങ്ങനെ മുളച്ചു വരുമ്പോൾ അതിന്റെ വിത്ത് അതിങ്ങനെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ കുതിർന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ വരണ്ടുണങ്ങിയ ഭൂമിയെ വീണ്ടും ജീവസുറ്റതായിക്കൊണ്ട് വളരെ ഹരിത ഭംഗിയോടുകൂടി അതിങ്ങനെ കാണുമ്പോൾ ദുനിയാവിന്റെ നൈമിഷികതയെ കുറിച്ച് പറയാൻ അല്ലാഹു ആ ഉദാഹരണം ഉപയോഗിക്കുന്നു. ആകാശത്തിങ്ങനെ ഭൂമിക്ക് അല്ലാഹു വെള്ളം ഇറക്കി ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആ ഭൂമിയെ അല്ലാഹു ആ സസ്യങ്ങളെ മുളപ്പിച്ചതും അത് വളരെ സുന്ദരമായ അവസ്ഥയിലായിക്കൊണ്ട് പിന്നീട് അത് നശിച്ചു പോകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു. അതുപോലെ വരണ്ട ഭൂമിയെ വീണ്ടും സജീവമാക്കിയ അള്ളാഹുവിന് ഇന്നല്ലദീ അഹ്യാഹാ ലമുഹ്യിൽ മൗത, മരണപ്പെട്ടവർ ജീവിപ്പിക്കുക എന്നുള്ള ആ അള്ളാഹുവിന് ഒരു പ്രയാസമുള്ള കാര്യമില്ല. ഏതൊരു പ്രോഡക്റ്റും ആദ്യം ഉണ്ടാക്കാനാണ് സാധാരണ മനുഷ്യർക്ക് തന്നെ പ്രയാസം ഉണ്ടാവുക അല്ലെ? അതിന്റെ പ്ലാനിങ്ങും അതിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിന്റെ എല്ലാ ഡ്രോയിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്ത ആൾക്ക് പിന്നീട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യം. മനുഷ്യർക്ക് തന്നെ അങ്ങനെയാണ്. ഒരിക്കലുണ്ടാക്കിയ ആൾക്ക് വീണ്ടും ഉണ്ടാക്കുക എന്നുള്ളത് എന്തല്ല പ്രയാസമുള്ള കാര്യമില്ല. അതോ ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ സംശയത്തിലാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നത്. ആദ്യം ഉണ്ടാക്കിയത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വീണ്ടും അല്ലാഹു ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. അത് വളരെ സിമ്പിൾ ലോജിക്കാണ്. മാത്രമല്ല, നിങ്ങൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ഉദാഹരണങ്ങളും
നിങ്ങൾ അതിലേക്ക് സൂചന നൽകുന്ന ഉദാഹരണങ്ങൾ ഒരുപാട് ഭൂമിയിൽ തന്നെ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. അപ്പോൾ മേലെ ആകാശത്തേക്ക് നോക്കിയാലും കീഴെ ഭൂമിയിലേക്ക് നോക്കിയാലും സ്വന്തത്തിലേക്ക് നോക്കിയാലും ചുറ്റുപാട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും അള്ളാഹുവിന്റെ കുദ്റത്തുകളും സൃഷ്ടിവൈഭവങ്ങളും ദൃഷ്ടാന്തങ്ങളും തെളിവുകളും നിറഞ്ഞു നിൽക്കണം. അള്ളാഹുവിന്റെ ആയത്തുകൾ രണ്ട് രൂപത്തിലുണ്ടാവും. ഒന്ന് ആയാത്തുല്ലാഹിൽ ഖൗലിയ, മറ്റൊന്ന് ആയാത്തുല്ലാഹിൽ കൗനിയ. എന്താണ് ആയത്തുല്ലാഹിൽ കൗലിയ എന്നാല്? ഖുർആന് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ ലഭിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ആയാത്തുല്ലാഹിൽ കൗനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ ഈ എടുത്തു പറയുന്ന ആയത്തുകൾ അഥവാ കൗനിയായ പ്രാപഞ്ചികമായ ആയത്തുകൾ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കണം. കാരണം ഇതിനെക്കുറിച്ചൊന്നും ഒരിക്കലും നമ്മൾ കണ്ണടച്ചോ അല്ലെങ്കിൽ അതിനെ നിസാരമായി കണ്ടോ ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾക്കുള്ള താക്കീതാണ് അടുത്ത ആയത്തുകൾ. പരലോകത്ത് അല്ലാഹു പറയുന്നില്ലേ, ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. എന്താണ് ഒമൻ അഅറദ അൻ ദിക്രി, എന്റെ ഉത്ബോധനത്തിൽ നിന്നും തിരിഞ്ഞു കളയുന്ന ആളുകൾ, ഫഇന്ന ലഹു മഈശത്തുൻ ദങ്ക, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും ഖുർആനാകുന്ന ഉത്ബോധനത്തിൽ നിന്നും തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് കുടുസായ ജീവിതം ഉണ്ടാകും. വലിയ വീടും വാഹനവും സൗകര്യവും ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അതിന് സമാധാനം ഉണ്ടാവില്ല. മാത്രമല്ല ബർസഖിയായ ലോകത്തെത്തുമ്പോൾ കുടുസായിരിക്കും. മാത്രമല്ല ഖിയാമത്ത് നാളിൽ അവൻ അന്ധരായിട്ടുള്ള കൊണ്ടുവരും. ഖാല റബ്ബി ലിമ ഹശർതനി അഅമ, അല്ലാഹു ഞാൻ എങ്ങനെയാണ് അന്ധരായി പോയത്? ഖാല കദാലിക് അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. അങ്ങനെ സംഭവിക്കാൻ കാരണം എന്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ നീ അതിനെ അവഗണിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞു. ഇന്ന് നിന്നെ ഞാനും അവഗണിക്കുന്നു. അതിൽ രണ്ടായത്തും പെടും. ഖുർആനികമായ ആയത്തുകളും പെടും, കൗനിയായ പ്രാപഞ്ചികമായ ആയത്തുകളും പെടും. ഈ സൂക്തങ്ങളിലൊക്കെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ചുറ്റുപാടും നമ്മൾ ദിനേന കാണുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ആ സംഭവത്തിൽ പറഞ്ഞില്ലേ, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതദബ്ബർഹാ, അഥവാ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെ കുറിച്ചൊക്കെ ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തെ കുറിച്ച് പറഞ്ഞത് വൈലുൽ ലിമൻ ഖറഅഹാ വലം യതദബ്ബർഹാ. അതൊക്കെ ഓതിയിട്ട് അതിനെക്കുറിച്ച് ഉറ്റാലോചന നടത്താത്തവർക്ക് നാശമെന്നാണ്. സത്യവിശ്വാസികൾക്ക് എല്ലാത്തിലും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കാൻ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ. ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല. സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാതില, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. രണ്ട് രൂപത്തിലും. ഒന്ന്, ഈ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. وما خلقنا السماوات والارض وما بينهما لاعبين. ആകാശവും ഭൂമിയും അതിനുള്ള ഇടയിലുള്ള സംവിധാനങ്ങളൊന്നും ഒരു കളിതമാശയായിട്ട് ഉണ്ടാക്കിയതല്ല. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, ഹഖായിക്കൊണ്ട് വളരെ വലിയ സത്യങ്ങൾ ഇതിലുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നാൽ ഈ ദൃഷ്ടാന്തങ്ങളെ ഒന്നും വകവെക്കാതെ അതിനെയൊക്കെ തള്ളിക്കളയുന്ന, അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിനാ ലാ യഖ്ഫൗന അലൈനാ. വളരെ ശക്തമായ താക്കീതാണ്. തീർച്ചയായും ഇന്നല്ലദീന, യാതൊരു കൂട്ടർ, യുൽഹിദൂന, അവർ വക്രത കാണിക്കുന്നു, അല്ലെങ്കിൽ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ തള്ളിക്കളയുന്നു. സാധാരണ ദൈവ നിഷേധികൾക്ക് അറബിയിൽ പറയുന്ന വാക്കാണെന്ത്? മുൽഹിദ്. അഥവാ നമ്മൾ സാധാരണ ഭൗതികവാദികള്, നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന അറബികൾ മുൽഹിദ് എന്ന് പറയും. അത് മുൽഹിദ് പൂർണ്ണമായിട്ട് സൃഷ്ടാവിനെ നിഷേധിക്കുന്നവൻ മാത്രമായിക്കൊള്ളുന്നില്ല. പ്രപഞ്ചത്തിന് പിന്നെ സൃഷ്ടാവിന് അംഗീകരിക്കുന്നവരിൽ തന്നെ ചിലപ്പോൾ മുൽഹിദുകൾ ഉണ്ടാവും. എങ്ങനെയാണത്? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങൾ എടുക്കുള്ളൂ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കിതാബിന് ആ പ്രമാണത്തെ അംഗീകരിക്കൂല, അള്ളാഹു അയച്ച ആ പ്രവാചകനെ അംഗീകരിക്കൂല.
ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിനാ ലാ യഖ്ഫൗന അലൈനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വക്രത കാണിക്കുന്നവർ, അവയെ നിഷേധിക്കുന്നവർ, അതുപോലെ തന്നെ അതിനെ അവഗണിക്കുന്നവർ, അവരൊന്നും ലാ യഖ്ഫൗന അലൈനാ, ഒരിക്കലും നമ്മിൽ നിന്നും മറഞ്ഞു പോകുന്നില്ല. വളരെ ശക്തമായ താക്കീതാണ്. അല്ലാഹു അവർക്കുള്ള ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും അല്ലാഹു അവരെ കാണുന്നുണ്ട്. നിന്റെ റബ്ബക ബിൽ മിർസാദ്, നിന്റെ റബ്ബ് എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ചുറ്റുപാടും നോക്കിയാൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും കുദറത്തുകളും കണ്ടിട്ട് ആകാശത്തും ഭൂമിയിലും മുഴുവൻ അല്ലാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമായിക്കൊണ്ട് നിങ്ങൾക്ക് ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടും ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിഷേധികളായിക്കൊണ്ട് അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും അവന്റെ പ്രവാചകനെയും അവന്റെ ഗ്രന്ഥത്തെയും പരിഹസിക്കുകയും കളിയാക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ആളുകൾ ലാ യഖ്ഫൗന അലൈനാ, അള്ളാഹു ഒന്നും കാണുന്നില്ല എന്നാരും വിചാരിക്കണ്ട. അള്ളാഹു ദുനിയാവ് ദാറുൽ അമലാണ്, ദാറുൽ ജസാ അല്ല. ദുനിയാവ് പ്രവർത്തനത്തിനുള്ള വീടാണ്, പ്രതിഫലനത്തിനുള്ള ഭവനം വേറെ വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ അതൊന്നും ചെയ്യാത്ത ആരും വിചാരിക്കണ്ട. എല്ലാം അള്ളാഹു നിരീക്ഷിക്കുന്നു. ലാ യഖ്ഫൗന അലൈനാ, നമ്മിൽ നിന്നും അവർ മറഞ്ഞു പോകുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ. എല്ലാം വളരെ ശക്തമായ ചോദ്യങ്ങളാണ്. അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ, നരകത്തിൽ എറിയപ്പെടുന്നവനാണോ ഉത്തമൻ? അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ, അതല്ല ഖിയാമത്ത് നാളിൽ നിർഭയനായി കൊണ്ടുവരുന്നവനാണോ ഉത്തമൻ? ഖിയാമത്ത് നാൾ നിർഭയനായിട്ട് വരണമെങ്കിൽ ദുനിയാവിൽ അല്പം പേടി വേണം. രണ്ട് സ്ഥലത്തും കൂടി നിർഭയനാൻ സാധിക്കില്ല. ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും അതിലൂടെ നിർഭയത്വം കൈവരിക്കുകയും വേണം. അല്ലാതെ ധിക്കാരികളും അഹങ്കാരികളും ആയിക്കൊണ്ട് അള്ളാഹുവിനെയോ അവന്റെ ദീനിനെയോ അവന്റെ നിയമങ്ങളെ വകവെക്കാതെ ജീവിച്ച ആളുകൾക്ക് പരലോകത്ത് നിർഭയത്വം ഉണ്ടാവുകയില്ല. അല്ലാഹു പറഞ്ഞു നിങ്ങൾ തോന്നിയതുപോലെ പ്രവർത്തിക്കുക. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായി കൊണ്ട് അല്ലാഹു കണ്ടറിയുന്നുണ്ട്. ഈ ആയത്തുകളൊക്കെ ശക്തമായി മനസ്സിലേക്ക് തട്ടേണ്ട, ചിന്തിപ്പിക്കേണ്ട ആയത്തുകളാണ്. കാരണം ചുറ്റുപാടും ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ട് അത്ഭുതം തന്നെ. റബ്ബിനെ എങ്ങനെയാണ് ധിക്കരിക്കപ്പെടുക? എങ്ങനെയാണ് നിഷേധികൾക്ക് അവനെ നിഷേധിക്കാൻ സാധിക്കുക? ചുറ്റുപാട് നോക്കിയാൽ എല്ലാത്തിലും തെളിവുകളാണ്, എല്ലാത്തിലും ദൃഷ്ടാന്തങ്ങളാണ്. ആ റബ്ബ് ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അവന് പങ്കുകാരില്ല. അവന് ഈ ആരാധന അവന് മാത്രമാണ് അർപ്പിക്കേണ്ടതെന്നുള്ള തൗഹീദിന്റെ തെളിവുകളാണ് ചുറ്റുപാട് നോക്കിയാൽ. എന്നിട്ടും ആ റബ്ബിനെ നിഷേധിക്കുന്നവർ, ആ റബ്ബിൽ പങ്കുചേർക്കുന്ന ആളുകൾ, ആ റബ്ബിനെ പുറമെ വേറെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ, ആ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്തുകൾ സൃഷ്ടികളിലേക്ക് തിരിച്ചുവിടുന്ന ആളുകൾ, അത് അത്ഭുതം തന്നെ. കാരണം ഇങ്ങനെയൊക്കെയുള്ള അറാബികൾ, വളരെ സാധാരണക്കാരായ അറാബികൾക്ക് പോലും മനസ്സിലായ കാര്യമാണ്. ഒരാളിങ്ങനെ നടന്നു പോയ കാൽപാതകൾ കണ്ടാൽ, അതിന്റെ പാടുകൾ കണ്ടാൽ നിങ്ങൾ പറയും ഒരാളുകൾ നടന്നു പോയിട്ടുണ്ട്. ഒട്ടകങ്ങൾ നടന്നു പോയതിന്റെ അടയാളങ്ങൾ കണ്ടാൽ ഒട്ടകങ്ങളിലെ പോയിട്ട് നിങ്ങൾ പറയും. എന്നിട്ടും ഈ ആകാശവും ഈ ഭൂമിയും ഈ പർവ്വതങ്ങളും ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും കണ്ടിട്ട് ഇതിന്റെ പിന്നിലുള്ള റബ്ബിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ഒരു അറാബി ചോദിച്ചതുപോലെ അങ്ങനെയുള്ള നിഷേധികളെ, അങ്ങനെയുള്ള വക്രത കാണിക്കുന്നവരെ, ഇതിന്റെ വിശദീകരണത്തിൽ അമാനിമുൽ റഹ്മത്ത് പറയുന്നുണ്ട്, പൂർണ്ണമായ നിഷേധമല്ലാത്ത രൂപത്തിലുള്ള വക്രത കാണിക്കുന്നവരുമുണ്ട്. എങ്ങനെയാണത്? അള്ളാഹുവിന്റെ ആയത്തുകളെ സ്ഥലം മാറ്റിക്കൊണ്ട് അതിൽ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കാത്ത രൂപത്തിലേക്ക് അതിനെ ദുർവ്യാഖ്യാനിക്കുക. യഹൂദികൾ അല്ലെങ്കിൽ ജൂതന്മാരും നസാറകളും ഒക്കെ അവരുടെ മുൻ വേദങ്ങളിൽ ചെയ്തതുപോലെ
അതിനെക്കുറിച്ചുള്ള താക്കീതുകളിലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അതിന്റെ സ്ഥാനം മാറ്റി അതിനെ പ്രയോഗിക്കുക അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുക, തങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ അല്ലെങ്കിൽ ദൈവികമായ അധ്യാപനങ്ങളുടെയോ ആശയങ്ങളെ മാറ്റിമറിക്കുക, ഇതെല്ലാം ആ താക്കീതിൽ വരുന്ന കാര്യങ്ങളാണ്. അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം അവർക്ക് ഉണ്ടായിക്കൊള്ളട്ടെ. മാത്രമല്ല അവർക്കുള്ള രണ്ടാമത്തെ താക്കീത് അവർ നരകത്തിൽ എറിയപ്പെടുമെന്നുള്ള. നരകത്തിൽ എറിയപ്പെടുന്നവരാണോ ഉത്തമൻ? ഖിയാമത്ത് നാളിൽ നിർഭയനായിക്കൊണ്ട് വരുന്നവനാണോ? സൂറത്ത് മുൽക്കില് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അതിന്റെയൊക്കെ അർത്ഥം അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ്. നേർക്ക് നേരെ ചിന്തിച്ചാൽ തന്നെ അത് താക്കീതിന് വേണ്ടി പറയുന്ന പ്രയോഗങ്ങളാണ്. മാത്രമല്ല അവസാന ആയത്ത് അവസാനിക്കുന്നതാവട്ടെ ശക്തമായ മുന്നറിയിപ്പോട് കൂടിയാണ്. താക്കീതുകളോ തെളിവുകളോ പ്രയോജനപ്പെടാത്ത ആളുകളോ പിന്നെ പറയാനുള്ളത് നിങ്ങൾ തോന്നിയതുപോലെ പ്രവർത്തിച്ചു കൊള്ളുക. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി കൊണ്ട് കണ്ടറിയുന്നുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളട്ടെ എന്നതാണ്. പിന്നീട് വിശുദ്ധ ഖുർആനിന്റെ ആ മഹത്വത്തെ കുറിച്ച് അല്ലാഹു വീണ്ടും പറയും, ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്ർ ലമ്മാ ജാഅഹും വഇന്നഹു ലകിതാബുൻ അസീസ്. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്ർ, ഈ ഉത്ബോധനമാകുന്ന ഖുർആനിനെ നിഷേധിച്ച ആളുകൾ, ലമ്മാ ജാഅഹും, അത് അവരിലേക്ക് വന്നപ്പോൾ. പിന്നെ അതിന്റെ ബാക്കി ഭാഗം പറഞ്ഞിട്ടില്ല. അറബിയിലെ ഒരു ശൈലി ഉണ്ടെന്നാണ്. ചില കാര്യങ്ങൾ, അറിയപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പറയുന്ന കാര്യം ഭയങ്കര ഗൗരവമുള്ളതാണെങ്കിൽ അതിനെ തഖ്ദീർ ചെയ്യാൻ വേണ്ടി ഹൽഫ് ചെയ്യും. നമ്മൾ സാധാരണ പറയല്ലോ, നീ എങ്ങാനും ചെയ്താൽ ഇതിനൊന്നും പറയാൻ. അതിന്റെ അർത്ഥം എന്താ? പാചകം പൂർത്തിയായിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന അതിന്റെ പ്രത്യാഘാതം ശക്തമായിരിക്കുന്ന. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്രി ലമ്മാ ജാഅഹും, ഈ ഉത്ബോധനമാകുന്ന ഖുർആൻ അവരിലേക്ക് വന്നപ്പോൾ നിഷേധിച്ചവർ. പിന്നെ നമ്മൾ പൂരിപ്പിക്കാനുണ്ട്, അവർ എത്ര വലിയ നഷ്ടത്തിലാണ്, എത്ര വലിയ പരാജയത്തിലാണ്, എത്ര വലിയ വക്രതയിലാണ്. അസീസ്, ആ കിതാബാകട്ടെ, അള്ളാഹുവിന്റെ ഈ ഖുർആൻ ആകട്ടെ, കിതാബുൻ അസീസ്, വളരെ മഹത്തരമായ, വളരെ പ്രതാപമുള്ള, അജയ്യമായ ഗ്രന്ഥമാകുന്നു. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി, മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒരു നിലക്കുമുള്ള മിഥ്യയായ, തെറ്റായ, അസത്യമായ ഒന്നും അതിലേക്ക് കടന്നു വരാത്ത അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്, കാരണം തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്, ഇതൊരു മനുഷ്യനെ ഉണ്ടാക്കിയതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളല്ല. തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്, എല്ലാ നിലക്കുമുള്ള അറിവും യുക്തിയും എല്ലാ നിലക്കുള്ള മഹത്വങ്ങളും നിറഞ്ഞ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. സ്തുത്യർഹനായിട്ടുള്ള അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാകുന്നു. ആ ഗ്രന്ഥത്തെ നിഷേധിച്ച ആളുകൾ എത്ര വലിയ നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. കാരണം അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമായതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥത്തിൽ ഒരിക്കലും മിഥ്യകൾ ഉണ്ടാവുകയില്ല. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലഅഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അതിൽ ഒരുപാട് ഭിന്നിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അള്ളാഹുവിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ ആ ഖുർആനിൽ യാതൊരു നിലക്കുമുള്ള ഭാഗത്തിലും ഒരു മിഥ്യയും അതിലുണ്ടാവുകയില്ല. ഹക്കായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള, മനുഷ്യർക്ക് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാനും മോക്ഷം നേടാനും നന്മകൾ കൈവരിക്കാനുമുള്ള എല്ലാ സത്യത്തെക്കുറിച്ചുമുള്ള ആ അധ്യാപനങ്ങളാണ് അതിൽ നിറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു നിരക്കുമുള്ള വിദ്യാധാരണകളോ അതിൽ ഒരു നിരക്കുമുള്ള അസത്യമോ അതിൽ കടന്നു വരികയില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയുന്നുണ്ട്, വളരെ ചിന്തിപ്പിക്കുന്ന ഉദാഹരണം. ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. മസലു മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം കമസലിൽ ഗൈസിൽ കസീർ അസാബ അർളൻ. അല്ലാഹു എനിക്ക് അവതരിപ്പിച്ചു തന്ന
ഈ സന്മാർഗവും അറിവുമാകുന്ന ഈ ഖുർആനിന്റെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഈ അധ്യാപനങ്ങളുടെ ഉദാഹരണം ശക്തമായ ഒരു മഴ വർഷിച്ചതുപോലെയാണ്. ആ മഴ വർഷിച്ചപ്പോൾ 3 രൂപത്തിലുള്ള ആളുകൾ ഉണ്ടായി. فكان منها نقية قبلت الماء فأنبتت الكلأ والعشب الكثير. ഒരു പ്രത്യേകമായ ചില സ്ഥലങ്ങൾ അവിടെയുള്ള പ്രത്യേകത എന്താണ്? നല്ല ഭൂമിയാണ്, നല്ല ജീവസുറ്റ ഭൂമിയാണ്. ആ ഭൂമിയുടെ പ്രത്യേകത മഴ വർഷിച്ചാൽ ആ വെള്ളം അത് പിടിച്ചെടുക്കും, വെള്ളം ആ ഭൂമി സ്വീകരിക്കും. മാത്രമല്ല ധാരാളമായിട്ടുള്ള സസ്യങ്ങളും കൃഷിയും അത് ഉത്പാദിപ്പിക്കും. വേറൊരു തരം ഭൂമി, രണ്ടാമത്തെ ഒരു തരം ഭൂമി, അത് വെള്ളം അതിങ്ങനെ കെട്ടി നിർത്തും. പക്ഷെ അവിടെ സസ്യങ്ങളൊന്നും ഉണ്ടാവില്ല, കൃഷിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ വെള്ളം അത് സ്വീകരിക്കും. അതുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് ജനങ്ങൾക്ക് എന്തുണ്ടാവും? ആ വെള്ളത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. വെള്ളം കുടിക്കാനും കൃഷി ചെയ്യാനും അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാനും ഒക്കെ അത് ഉപകാരപ്പെടും. എന്നാൽ മൂന്നാമത്തെ ഒരു ഇനം എങ്ങനെയുള്ളതാണ്? വേറെ മൂന്നാമത്തെ ഒരു തരം ഭൂമി, അത് തരിശ് ഭൂമിയാണ്. അത് വെള്ളം ശേഖരിച്ചു വെക്കൂല, ഒരു കൃഷിയോ സസ്യമോ അതും അത് ഉത്പാദിപ്പിക്കൂല. എന്നിട്ട് വിശ്വാസം പറഞ്ഞു, അള്ളാഹുവിന്റെ ദീൻ ആയത്തിൽ പഠിച്ചു മനസ്സിലാക്കുകയും അള്ളാഹു എനിക്ക് നൽകിയ ഈ ഖുർആനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി ജനങ്ങൾക്ക് അമൽ ചെയ്യുകയും ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്ത ആളുകൾ. വേറെ ചില ആളുകളായിട്ട് അത് ഹിഫ്ളാക്കിക്കൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ആയത്തിലുള്ള അറിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരെ കൊണ്ടും ഉപകാരം ഉണ്ടാവും. പക്ഷെ മൂന്നാമത്തെ ഇനം ആളുകൾ മൂന്നാമത്തെ ആ തരിശു ഭൂമി എന്ന് പറഞ്ഞല്ലോ, വെള്ളം ശേഖരിക്കൂല, സസ്യവും മുളപ്പിക്കൂല, ഒരാളുകൾക്ക് ഉപകാരം ഉണ്ടാവില്ല, സ്വയം ഉപകാരം എടുക്കൂല. അങ്ങനത്തെ ആളുകളെ കുറിച്ചാണ് പറഞ്ഞതില്. എനിക്ക് അല്ലാഹു ഇറക്കിയ ആ സന്മാർഗം അതുകൊണ്ടൊന്ന് അഭിമാനം കൊള്ളാൻ പോലും അവന് വയ്യ. അള്ളാഹു ഇത്ര നല്ല കിതാബുൻ അസീസ് ആയിട്ടുള്ള, ഒരു നിലക്കും മിഥ്യകൾ കലർപ്പില്ലാത്ത നാം ആകുന്ന ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം അതിനെ സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള ഈ കിതാബ് ലോകത്തെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ധാർമ്മിക ബോധങ്ങളും ശാസ്ത്രബോധങ്ങളും ചരിത്രബോധങ്ങളും പല നിലക്കുള്ള മാനദണ്ഡങ്ങളും വെച്ച് പരിശോധിച്ചിട്ടും സത്യമായും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പുള്ള ഒരു കാര്യത്തിലും ആ കിതാബ് എതിരല്ല. അതിൽ പറഞ്ഞ കാര്യങ്ങൾ പുലരുന്നത് മാത്രമാണ് കാണുന്നത്. ഒരു കാലത്ത് സൂര്യൻ ചലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരു കാലത്ത് ചലിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഒരു കാലത്ത് ഇങ്ങനെ ടോർച്ച് അടിച്ചു വെച്ചിട്ട് ഗ്ലോബിനെ തിരിച്ചു, സൂര്യൻ ചലിക്കുന്നു പറഞ്ഞ ആളുകളെ തൂക്കിക്കൊന്നു. പക്ഷേ ഖുർആൻ അന്നും ഇന്നും എന്നും പറഞ്ഞു, ശാസ്ത്രബോധങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സൂര്യൻ ചലിക്കുന്നു എന്ന് ചർച്ച് പറഞ്ഞതിനെതിരായിക്കൊണ്ട് യൂറോപ്പിലെ ചർച്ച് സൂര്യൻ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞ കാലത്ത് സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞതിന് വേണ്ടി മാത്രം കഴിമരത്തിൽ ഏറ്റപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവർ തിരുത്തി പറഞ്ഞു സൂര്യൻ ചലിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു. ഖുർആൻ അന്നും ഇന്നും എന്നും പറയുന്നു, സൂര്യൻ അതിൻ്റെതായ നിശ്ചിതമായ ഭ്രമണപഥത്തിലൂടെ അതിൻ്റെതായ കണക്കിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്രന്റെ സഞ്ചാരത്തെ കുറിച്ച് പറഞ്ഞു, കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, ഓരോന്നും ഭ്രമണപഥത്തിൽ കൃത്യമായി കൊണ്ട് സഞ്ചരിക്കുമെന്ന് പറഞ്ഞു. ആ സഞ്ചാരത്തിന്റെ ശൈലി പറഞ്ഞത് പോലും അത്ഭുതമാണ്. നീന്തിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. ആ യസ്ബഹു എന്നുള്ള വാക്കൊക്കെ പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്ന് ആസ്ട്രോണമിയിലെ ശാസ്ത്രജ്ഞന്മാരെ പറയുന്ന കൃത്യമായ ഖുർആനൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകൾ പ്രയോഗിച്ച അതേ പ്രയോഗമാണ് ഖുർആൻ അന്ന് പ്രയോഗിച്ചത്.
അന്ന് ശാസ്ത്രം അനുസരിച്ച് അത് അവന് മനസ്സിലാക്കിയിട്ടില്ല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, യുക്തിമാനും സുഖറഹനുമായ അള്ളാഹു ഇറക്കിയതായതുകൊണ്ടാണ്. എന്നാൽ ഒരുപക്ഷെ ശാസ്ത്രം പറയുന്ന ചില കാര്യങ്ങൾ ഖുർആൻ എതിരാവുന്നില്ല, അല്ലെങ്കിൽ ഖുർആൻ പറയുന്ന ചില കാര്യങ്ങൾ ശാസ്ത്രത്തിൽ കാണുന്നില്ല. അതൊരിക്കലും അസംഭവ്യമൊന്നുമല്ല. കാരണം എന്താ, ഖുർആൻ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയാൻ ഇറങ്ങിയ ഗ്രന്ഥമല്ല. എന്നാൽ ശാസ്ത്ര സത്യങ്ങളായിട്ടുള്ള, മാറ്റമില്ലാത്ത സത്യങ്ങളായിക്കൊണ്ട് ശാസ്ത്രലോകം അംഗീകരിച്ച ഒരു കാര്യത്തിനും ഖുർആൻ എതിര് പറഞ്ഞിട്ടില്ല. ഖുർആൻ ഇറക്കപ്പെട്ട ഹിദായത്തിന് വേണ്ടിയാണ്, അതിൽ ഹുദയാണുള്ളത്. പക്ഷേ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരുപാട് തെളിവുകൾ അതിലുണ്ട്. ശാസ്ത്രലോകം മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ ഖുർആനാ പറഞ്ഞു കൊടുത്ത് നിന്ന് നിൽക്കുന്നുണ്ട്. വർഷങ്ങളോളം ഗർഭസ്ഥ ശിശുവിന്റെ സ്ഥാനത്തെക്കുറിച്ചും അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളെ കുറിച്ചും പഠിച്ചുകൊണ്ട് മൗറിസ് ബുക്കായ എന്ന പാരീസിലെ ശാസ്ത്രജ്ഞൻ അവസാനം പാരീസിലെ ആ പ്രബന്ധം അവതരിപ്പിക്കാൻ നിൽക്കുന്നതിന്റെ കുറച്ചു മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാം സ്വീകരിച്ചതിന്റെ സഹോദരൻ ഒരു ഫ്രഞ്ച് ഭാഷയിലുള്ള ഖുർആന്റെ പരിഭാഷ കൊടുത്തപ്പോൾ സൂറത്ത് മുഅ്മിനൂനിലെ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ മിൻ ഖറാരിൻ മക്കീൻ തുടങ്ങുന്ന ഖലഖനൽ നുത്ഫത അലഖ ഖലഖനൽ അലഖത മുദ്ഗ ഖലഖനൽ മുദ്ഗത ഇദാമൻ ഫകസവനൽ ഇദാമ ലഹ്മൻ തുടങ്ങുന്ന ആ ആയത്തുകൾ കണ്ടിട്ട് അദ്ദേഹം അത്ഭുതകരമായ ഖുർആനിന്റെ ശൈലി മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച രംഗം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഖുർആനിലൊരിക്കലും ഒരു ബാത്തിലും കടന്നു വരികയില്ല. കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ കലാമാണെന്ന തെളിവാണ്. മൂന്നാമത്തെ ആ ഉദാഹരണം മസലമൻ ലം യർഫഅ ബിഹി ബിദാലിക റഅസൻ വലം യഖ്ബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബിഹി. ആ ഹദീസ് അവസാനിക്കുന്ന അങ്ങനെ. നമ്മളെ സമയം അവസാനിച്ചു. വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ ആശയങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ ആ ഹിദായത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലും ഖുർആനിനെ അവഗണിച്ചു പോകുന്ന അവസ്ഥയിൽ ഒരിക്കലും ഖുർആൻ കൊണ്ടൊന്ന് അഭിമാനം കൊള്ളാൻ പോലും സന്നദ്ധരാകാത്ത ആളുകൾ എന്ന് പറഞ്ഞതിൽ വിടാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനെക്കുറിച്ച് പഠിച്ച ആളുകളൊക്കെ അതിലേക്ക് കടന്നു വരുന്ന ഇത്തരം അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഞാൻ പലപ്പോഴും നമ്മൾ അതിന്റെ വാഹകരായിക്കൊണ്ട് അതിന്റെ അവകാശികളായിക്കൊണ്ട് പറയുമെങ്കിലും നമ്മളെ കയ്യിലുള്ളതിന്റെ വില നമുക്കറിയില്ല. നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണ്. ഇബ്നു അബി ഹംസ എന്നറിയപ്പെട്ടിരുന്ന ഒരു മുൻകാലത്ത് അടിമയായി പിന്നീട് മോചിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഹാഫിളായിക്കൊണ്ട് പിന്നീട് ഖുർആനിന്റെ പണ്ഡിതനായി മാറി അദ്ദേഹത്തെ മക്കയുടെ അധികാരം ഏൽപ്പിച്ചുകൊണ്ട് ഉമർ അള്ളാഹുവിനെ സ്വീകരിക്കാൻ വന്ന മക്കയിലെ അമീറിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മക്കക്കാരുടെ കാര്യം ആരെയാണ് ഏൽപ്പിച്ചത്? ഇബ്നു അബി ഹംസയാണെന്ന് പറഞ്ഞപ്പോ ഖുറൈശികളുടെ കാര്യം അദ്ദേഹത്തെയാണോ ഏൽപ്പിച്ചത് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയുണ്ട്, അദ്ദേഹം ഖുർആനിനെ പഠിച്ച ആളാണ്, ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയ പണ്ഡിതനാണ്. അപ്പൊ ഉമർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ ലയർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു ഈ ഖുർആനാവുന്ന വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ചില ആളുകൾക്ക് വലിയ ഉയർച്ച കൊടുക്കും, ചില ആളുകൾക്ക് പരാജയം കൊടുക്കും. അഥവാ ഇതിനെ ഉൾക്കൊണ്ടവർക്ക് അല്ലാഹു ഉയർച്ചയും ഇസ്സത്തും കൊടുക്കും, അതിനെ തള്ളിയ ആളുകൾക്ക് പരാജയവും നിന്ദതയും കൊടുക്കും. അൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഒന്നുകിൽ അനുകൂലമായ സാക്ഷിയാകും അല്ലെങ്കിൽ പ്രതികൂലമായ സാക്ഷി. അനുകൂലമായ സാക്ഷിയാകുന്നതിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പ്രതാപമുള്ള ഗ്രന്ഥം, ഈ മഹത്തായ ഗ്രന്ഥം, യുക്തിമാനും സുഖകരവുമായ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആശയങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ ഒരിക്കലും ഖുർആൻ അവഗണിക്കാതെ ഖുർആനിന്റെ അഹ്ലുകാരായിക്കൊണ്ട് ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اجعلنا من اهل القران الذين هم اهلك وخاصتك. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وذكرنا منه ما نسينا ووفقنا تلاوته آناء الليل وأطراف النهار.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. ربنا اغفر لنا ولوالدينا رب ارحمهما كما ربونا صغارا. اللهم اعز الاسلام والمسلمين وذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم انصر اخواننا المستضعفين في كل مكان. اللهم انصر اخواننا المستضعفين في فلسطين. اللهم انصر اخواننا المستضعفين في فلسطين. اللهم انصر اخواننا المستضعفين في فلسطين وفي كل مكان يا رب العالمين. واخر دعوانا الحمد لله رب العالمين. صلى الله على نبينا محمد وعلى اله وصحبه اجمعين. السلام عليكم.